ഹായ് അസ്സലാമു അലൈക്കും. നമുക്കിപ്പോൾ കോഴിക്കോട് ചാലിയം ബീച്ചിലാണുള്ളത്. ചാലിയം ബീച്ചിലെ കാഴ്ചകൾ കാണാനായിട്ട് പോകും. ഇതാണ് ബീച്ചിൻ്റെ പാർക്കിലേക്ക് പോകുന്ന എൻട്രിയാണ് കേട്ടത്. ഉണ്ട് ഇവിടെ ഒരു ചെടി ഉണ്ട് കേട്ടോ. നമ്മൾ ആവണക്കണ്ണൻ്റെ എല്ലാ തൈ പോലത്തെ ഇവിടെയാണ് ബോട്ട് ചുറ്റി വരുന്നത്. ഇവിടെ സ്പീഡ് ബോട്ടൊക്കെ ഉണ്ടാവും. സ്പീഡ് ബോട്ടിൽ കയറിയിട്ട് പോവുകയൊക്കെ ചെയ്യാം. ഇത് ഇട ദിവസങ്ങളിൽ ആൾക്കാർ കുറവായിരിക്കും. സൺഡേ ആണ് എപ്പോഴും ആളുണ്ടാവുക. നമ്മളൊരു ഇട ദിവസമല്ല പോയത്, അത് ഉച്ച സമയത്തും ആയിപ്പോയി. നല്ല കാലാവസ്ഥയും. ഇതിൻ്റെ ഇടത് ഭാഗത്ത് കണ്ടോ, നല്ല കാടാണ് കേട്ടോ. കാടും ഒരു വിജനമായ സ്ഥലമാണ്. അതിൽ നിറച്ച് മയിലാണ്. മയിലിനെ കൊണ്ട് ഓടിക്കുന്ന കുറേ കാക്കകളും പുറകെ. നല്ലൊരു ആൺമയിലുണ്ട് ഇവിടെ. എന്താ മേഞ്ഞ് നടക്കുന്ന നല്ല അടിപൊളി ബീച്ചാണ് കേട്ടോ. കണ്ടോ, നല്ല നീറ്റാണ് ഇവിടെ. കുറേ കാക്കമാർ കണ്ട് അവിടെ നിന്ന് മീൻ പിടിക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് സമയം ആ ഒരു കാക്ക മീൻ പിടിക്കുന്നിടത്ത് ഞങ്ങൾ ഇങ്ങനെ നിന്ന് 3-4 മീൻ അയാൾ പിടിച്ചു കേട്ടോ. അയാൾ ആ ചൂണ്ടയിൽ കോർക്കുന്നത് മൈദപ്പൊടി കൊണ്ടാ. ഞങ്ങൾ പിന്നെ ആ നിന്ന സമയം കൊണ്ട് പിന്നെ അയാൾക്ക് മീൻ കിട്ടിയില്ല. പിന്നെ ഞങ്ങൾ ഇതിന് നമ്മളവിടെ നിന്നിട്ടാണോ കിട്ടാത്തതെന്ന് ഓർത്തിട്ട് പിന്നെ ഞങ്ങളവിടെ നിന്ന് നല്ല പാർക്കിലേക്ക് വിട്ട്. കുറേ കാക്കമാരുണ്ട് കേട്ടോ മീൻ പിടിക്കുന്നത്. അതൊക്കെ ഇവിടെ കാറും ഒക്കെ അങ്ങോട്ട് ഈ ബീച്ചിൻ്റെ ഉള്ളിലേക്ക് കടത്തി വിടുമായിരുന്നു. ഇപ്പോഴും വിടുന്നില്ല കേട്ടോ. കാരണം എന്ന് വെച്ചാൽ അവിടം വരെ, ആ എൻട്രി വരെ വണ്ടി വരാൻ കൊണ്ടുള്ളൂ. ഇങ്ങോട്ടേക്ക് ഇപ്പോൾ നടന്നിട്ട് വേണം പിന്നെ വരാൻ. കുറച്ച് ഭാഗം നടക്കാനുണ്ട്, ഇത്തിരി കാണാനുണ്ട്. കൂടാരം ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു കൂടാരൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. ഏർമാടമുണ്ട്. ഇതൊക്കെ ഓല കൊണ്ട് മേഞ്ഞതാണ് കേട്ടോ. മഴക്കാലമാണ് നമ്മൾ വന്നതെന്ന് പോലും പറയില്ല. അത്രയ്ക്ക് നീറ്റാണ് ഇവിടുത്തെ ബീച്ച് കാണാൻ. അതുപോലെ തന്നെ ഈ ബീച്ചിൻ്റെ ആ ഭാഗം കാണിച്ചില്ലേ, ആ ഭാഗം ബേപ്പൂരാണ് കേട്ടോ. ബേപ്പൂർ ഭാഗമാണ് വരുന്നത്. ആ ഭാഗം കാണിക്കുന്ന ഭാഗം ബേപ്പൂരാണ്. പണ്ട് ചൂരൽമല പൊട്ടിയ സമയത്തൊക്കെ ചാലിയം ബീച്ചിലും ബേപ്പൂരൊക്കെ ബോഡി വന്നടിഞ്ഞെന്നൊക്കെ എന്നാൽ നമ്മൾ വാർത്തയിലൊക്കെ കണ്ടില്ല. ആ സ്ഥലമാണിത്, ചാലിയം ബീച്ച്, ബേപ്പൂര്. ഇവിടെയൊക്കെ ചെറിയ ചെറിയ കടകളുണ്ടാവും. എല്ലാം 5 മണിക്ക് ശേഷമാണ് തുറക്കുക. ഒരു താത്ത ഇവിടെ ഉപ്പിലിട്ട മാങ്ങയും നെല്ലിക്കൊക്കെ വെച്ചിട്ട് തുറന്ന് വെച്ചിട്ടുണ്ട്. തട്ടുകടയൊക്കെ 5 മണിക്ക് ശേഷമൊക്കെയാണ് ഓപ്പണിങ് ആവുക. ഞായറാഴ്ചയൊക്കെ നല്ല തിരക്കാണ്. എത്ര കണ്ടാലും മതി വരാത്തൊരു ബീച്ചാണ് കേട്ടോ. ഇതിൻ്റെ അടുത്ത് കണ്ടോ, കടൽ ശോഭിച്ച സമയമാണ്. അവിടെയൊക്കെ ഇറങ്ങാനൊന്നും കഴിയില്ല ഈ സമയത്ത്. അല്ലെങ്കിൽ ഇപ്പുറത്തോട്ട് പോയിട്ട് ഇറങ്ങുകയൊക്കെ ചെയ്യായിരുന്നു ബീച്ചിലേക്ക്. പിന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം, സബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളെ സപ്പോർട്ട്, സബ്സ്ക്രൈബൊന്നും ഇല്ലെങ്കിൽ പിന്നെ നമുക്ക് മുന്നോട്ട് വീഡിയോ കൊണ്ടുപോകാൻ ബുദ്ധിമുട്ട് വരും. നിങ്ങളെ സപ്പോർട്ട് പോലെയാണ് ഇനി മുന്നിൽ പുതിയ വീഡിയോകളുമായിട്ട് വരും കേട്ടോ. വീഡിയോ മാത്രം കണ്ടു പോകാതെ ലൈക്ക് അടിക്കാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. ഇനിയും പുതിയ പുതിയ വീഡിയോകളുമായി എത്തുന്നതായിരിക്കും. എൻ്റെ മോളിൻ്റെ അവിടെ ഇരിക്കുന്നു, കടലും നോക്കിയിരിക്കുക. ഓക്കെ എന്നാലേ, ഇനി എല്ലാവരും വീണ്ടും സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോയുമായി വീണ്ടും വരാം. ഓക്കേ.